പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏവർക്കും നന്മയും സ്നേഹവും നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു. പകർച്ചവ്യാധികൾ വീണ്ടും പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ശുചിത്വ ലോകം, സുന്ദര ലോകം. ഒരു കഥ കേൾക്കൂ. ശുചിത്വ വർഷം. എന്തുമാത്രം ചപ്പുചവറുകളാണ്! വഴിയും പരിസരവും വൃത്തിയാക്കി നടുവൊടിഞ്ഞു. റോഡ് വൃത്തിയാക്കുന്ന കാവതിക്കാക്കമ്മ നിരാശയും വേദനയും കലർന്ന ഭാവത്തിൽ പറഞ്ഞു, പടക്കം പൊട്ടിച്ചും വർണ്ണക്കടലാസുകൾ കീറിയെറിഞ്ഞും പൊതുസ്ഥലം വൃത്തികേടാക്കാൻ ഇവർക്കൊരു മടിയുമില്ല. ഹീനാമ്മ കോഴി യോജിച്ചു. എന്തു പറഞ്ഞിട്ടും കാര്യമില്ലമ്മേ. ആഘോഷം കഴിയുമ്പോൾ കാടിനും നാടിനും സൗന്ദര്യമില്ലാതാവുന്നു. മിന്നുത്തത്ത വേദനയോടെ പറഞ്ഞു. ചെറുപ്പക്കാരായ നിങ്ങൾ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കണ്ടുകൂടെ? നോക്കൂ, ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ മാലിന്യങ്ങൾ ഒരാഴ്ച ശ്രമിച്ചിട്ടും പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കുങ്കിക്കൊക്കമ്മ പുതുതലമുറയിലെ കിളികളോട് ചോദിച്ചു. ആഘോഷക്കാലമണഞ്ഞിടുമ്പോൾ മാലിന്യം കൂമ്പാരമായിടുന്നു. കാടിൻ പരിസരം വൃത്തിയോടെ സൂക്ഷിച്ചിടണമേ പൈതങ്ങളെ. അമ്മമാർ വിഷമിക്കണ്ട, നമുക്ക് ഭരണാധികാരികളെ കണ്ട് സംസാരിക്കാം. കോളേജ് കുമാരികളായ തത്തകളും മൈനകളും മറ്റ് കിളികളും ചേർന്ന് വനസഭാ മേയർ സാരംഗി അരയന്നത്തെ സന്ദർശിച്ചു. കുട്ടികളുടെ നിർദ്ദേശങ്ങൾ വനസഭ ചർച്ച ചെയ്ത് ഉടൻ തീരുമാനം പുറത്തിറക്കി. മാന്യമഹാമൃഗങ്ങളെ, പക്ഷിക്കുഞ്ഞുങ്ങളെ, ഈ വരുന്ന പുതുവർഷം മാതൃകാപരമായി ആഘോഷിക്കാൻ വനസഭ തീരുമാനിച്ചിരിക്കുന്നു. പരിസരം മലിനമാക്കുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുന്നതാണ്. ശബ്ദശല്യവും ചപ്പുചവറുകളുടെ മാലിന്യവും വരുത്താതെ പുതുവർഷം ആഘോഷിക്കുന്ന സംഘങ്ങൾക്ക് പ്രത്യേക പുരസ്കാരം നൽകുന്നതാണ്. മാലിന്യമില്ലാത്ത പുതുവർഷം, അത് ഏവരുടെയും ഉത്തരവാദിത്വം. വനാധിപതിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കാട് മുഴുവനും കേൾപ്പിച്ചു. വനനഗരത്തിലെ CCTV ക്യാമറ വഴി എല്ലാ ദൃശ്യങ്ങളും പ്രത്യേകം നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. പുതുവർഷം വന്നു പിറക്കുമ്പോൾ പുതുപുത്തൻ രീതികൾ ശീലിക്കൂ. മാലിന്യം കുന്നുകൂട്ടാതെ ആഘോഷം ജോറാക്കിയിടേണം. മാലിന്യമെങ്ങും നിറച്ചിടാതെ മാന്യമായ ആഘോഷം ശീലിക്കണം. നിർദ്ദേശങ്ങളും നിയമങ്ങളും എഴുതി വച്ചു. ഇടയ്ക്കിടെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. വനപാലകർ ഒരു നിമിഷം പോലും കളയാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും ചപ്പുചവറുകൾ ഇടുന്നവരെയും കരുതൽ തടങ്കലിലാക്കി. ആഘോഷങ്ങൾ നടത്തുന്നവർ അപ്പോൾ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി. പുതുവർഷ പുലരിയിൽ ശുചീകരണ ജോലിക്കിറങ്ങിയ കാക്കമ്മയും കുയിലമ്മയും കൊക്കമ്മയുമെല്ലാം സന്തോഷത്തോടെ തുള്ളിച്ചാടി. മക്കളെ, നിങ്ങളുടെ നടപടികൾ ഗംഭീരമായി. സാധാരണ പതിവുള്ള മാലിന്യം പോലും നിരത്തുകളിലില്ല. ഈ നല്ല ശീലം തുടർന്നാൽ ഞങ്ങൾക്ക് പണി എളുപ്പമായി. കിളിപ്പെണ്ണുങ്ങളെ നോക്കി കാവതി പറഞ്ഞു. എല്ലാവരും കൃത്യമായി ശുചിത്വം പാലിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജോലിയില്ലാതെ ആവൂട്ടോ. കുട്ടികൾ കളിയാക്കി. എങ്കിലും സാരമില്ല, നമ്മുടെ പ്രദേശം വൃത്തിയായി കിടക്കുമല്ലോ. ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. ശുചീകരണം നടത്തുന്ന അമ്മമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മറ്റുള്ളവർ അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു.